ദൈവത്തിൻ്റെ വചനം എന്നുമെന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മെ രക്ഷയിലേക്ക് മാടി വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് നിത്യനായി ദൈവം പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ദൈവം പറയുകയാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനവും അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ദൈവം കരയുകയാണ്, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി. ഓ, അവർ യഹോവയെ നിരസിച്ചു, പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ നിരസിച്ചു. എങ്കിലും ദൈവം വീണ്ടും മാടി വിളിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജീവനുള്ള ദൈവം വിളിക്കുകയാണ്. നിത്യനായ ദൈവം സ്നേഹവായ്പോടെ മനുഷ്യനെ വിളിക്കുകയാണ്, കൈമാടിക്കൊണ്ട് വിളിക്കുകയാണ്, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഏതെല്ലാം തിന്മകളിലും പാപത്തിലും പോയ മനുഷ്യനെ മാടി വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ നീ വാ, നീ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിന്നോട് വാദിക്കാം, ഞാൻ നിന്നോട് സംസാരിക്കാം. നിനക്ക് ഏതെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും നിരാശകളോ, എങ്ങനെ ഇനി മുന്നോട്ട് വരും, ഞാൻ പിന്മാറിപ്പോയല്ലോ, എനിക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ കഴിയുമെന്ന് നീ ഓർത്ത് ചഞ്ചലപ്പെട്ടിരിക്കുകയാണെങ്കിൽ നീ എൻ്റെ അടുക്കിലേക്ക് വാ എന്ന് കർത്താവ് സ്നേഹവായ്പോടെ വിളിക്കുന്നു. ആ ജീവനുള്ള ക്രിസ്തു, പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ച ജീവനുള്ള ദൈവം, ഇന്ന് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിക്കുന്ന ക്രിസ്തു, തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്ന യേശു ക്രിസ്തു നമ്മെ മാടി വിളിക്കുകയാണ്. സ്തോത്രം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശു പിന്നെയും സംസാരിക്കുന്നു. എൻ്റെ പ്രിയരെ, യേശു ഇനി എന്നും സംസാരിക്കും. അങ്ങനെ നിങ്ങൾ കാത്തിരിക്കരുത്. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക, നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ വചനം അനുസരിക്കുക, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും.